നമുക്കിത് പറയാൻ ഉള്ള തൗഫീഖ് തന്നല്ലോ അല്ലെ. അൽഹംദുലില്ലാ. അപ്പൊ ഇവിടെ ആ സമയത്തെ ബഹുമാനിച്ചുകൊണ്ട്, സമയത്തെ മാനിച്ചുകൊണ്ട്, നിങ്ങൾ ഓരോരുത്തരും നമ്മൾ വന്നിരിക്കുന്ന ഈ കുറഞ്ഞ സമയം, നമ്മൾ ഒരുപാട് തിരക്കുള്ളവരായിരിക്കാം. ജീവിതയാത്രയിൽ നമ്മുടെ കുട്ടികളെ രാവിലെ മദ്രസയിൽ പറഞ്ഞയക്കണം, സ്കൂളിൽ പോകുന്ന മക്കളുണ്ടാവാം, ചിലപ്പോൾ ഇപ്പൊ സ്കൂളിൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പല രീതിയിലുള്ള തിരക്കുകളായിരിക്കും നമ്മൾ ഓരോരുത്തരും. അപ്പൊ ഇങ്ങനെയുള്ള പല തിരക്കുകൾക്കിടയിലൂടെയും നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴും കുറച്ച് സമയം, ഒരു ദിവസത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല 24 മണിക്കൂർ നമുക്ക് നൽകിയതിൽ വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് അള്ളാഹുവിനെ ഒന്ന് ഓർത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് ഒന്ന് അടുക്കാൻ വേണ്ടി ഈ ഒരു പ്രഭാതത്തിൽ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിൽ ഇരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത്, തുടർന്നിരിക്കുന്ന ഓരോ സമയത്തിനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൂടുതൽ ബർക്കത്ത് ഇൻഷാ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സമയം, എനിക്ക് എന്റെ കുട്ടിയെ മദ്രസയിൽ അയക്കാനുണ്ട്, എന്റെ കുട്ടിയെ സ്കൂളിൽ അയക്കാനുണ്ട് എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതിനപ്പുറത്തേക്ക് എനിക്കിവിടെ എത്തിപ്പെടാൻ വേണ്ടി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എനിക്കിത് കേൾക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ഈ ഒരു 6:30 ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് അതിലേക്ക് വന്നിരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഞാൻ ഏത് സമയത്ത് എങ്ങനെ ഞാൻ മുൻകരുതൽ എടുക്കണം, ഞാൻ എപ്പോ അതിനു വേണ്ടി സെറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾക്ക് ടൈമിന് സെറ്റ് ചെയ്യാനും, ആ ഒരു ടൈമിൽ നിങ്ങൾ ക്യാമറയൊക്കെ ഓൺ ചെയ്തിട്ടൊന്നിരിക്കാനും കൂടി സന്നദ്ധത കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനതായ ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പൊ ഇവിടെ നിങ്ങൾ റെക്കോർഡ് ചെയ്യാണ്, നിങ്ങളെ കാണും എന്ന് വിചാരിച്ച് ക്യാമറ ഓൺ ആക്കാതിരിക്കുന്ന നിങ്ങളെ കാണൂല. റെക്കോർഡ് യൂട്യൂബിലേക്ക് വരുന്ന സമയത്ത് എന്നെ മാത്രമേ കാണുള്ളൂ, നിങ്ങളെ കാണൂല കേട്ടോ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ആ ഒരു പേടി കൊണ്ട് ആരും ക്യാമറ ഓൺ ആക്കാതിരിക്കേണ്ട. എല്ലാവർക്കും ധൈര്യമായിട്ട് തന്നെ ക്യാമറ ഓൺ ആക്കി വരാം. ഓക്കെ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും അറിയാൻ വേണ്ടി പറ്റും അല്ലെ, നമ്മളിപ്പോ കടന്നു പോയിരിക്കുന്ന ഒരു സാഹചര്യം, ഒരു സിറ്റുവേഷൻസ്. നമ്മളിപ്പം ആ, പിന്നെ ഗൾഫ് കൺട്രീസിലൊക്കെ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ നാടുകളിലും കേരളത്തിലും, നമ്മൾ താമസിക്കുന്ന സ്ഥലത്തും, നമ്മുടെ സ്വന്തം നാടായ കേരളത്തിലും അതിൻ്റെതായ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ എന്താണ് പറയാ, ജസ്റ്റ് ഒരു പെട്രോൾ പമ്പിലേക്ക് പോയാൽ ചിലപ്പോൾ പെട്രോൾ തന്നെ നല്ല രീതിയിൽ കിട്ടുന്ന ഒരവസ്ഥയിലായിരിക്കും. അപ്പൊ ഈ ഒരു സാഹചര്യത്തില് പ്രതിസന്ധിയിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് ഇത്രയും ദിവസം സുലഭമായി കൊണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ആ സാധനം പെട്ടെന്ന് അങ്ങോട്ട് ഇല്ലാതാവുമ്പോൾ, അതല്ലെങ്കിൽ അതിന് പെട്ടെന്ന് റേറ്റ് വർദ്ധിക്കുന്ന ആ ഒരു സിറ്റുവേഷൻസിലേക്ക് വരുന്ന സമയത്ത് തന്നെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും എത്രമാത്രം നമ്മൾ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കുന്നത് എന്തൊക്കെ വസ്തുക്കളാണ്. ഈ മനുഷ്യൻ എന്ന് പറയുന്ന, ഞാനും നിങ്ങളും എന്ന് പറയുന്ന, നമ്മൾ അഹങ്കരിച്ച് നടക്കുക അല്ലെ. മറ്റുള്ളവർ ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും ഒരു വാക്കുകൾ പറയുകയോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മറ്റുള്ളവർ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് സങ്കടവും പ്രയാസവും ദേഷ്യവും ഒക്കെ തോന്നുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ ജീവിച്ചു പോകുമ്പോൾ, നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. മനുഷ്യനെ റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഏതൊരു വ്യക്തിക്കും ഒരു ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. നമുക്ക് ഈ ഭൂമിയിൽ റബ്ബ് സുബ്ഹാനഹു വ തആല എന്തെല്ലാം വസ്തുക്കളെ സൃഷ്ടിച്ചിട്ടുണ്ടോ എല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. ന- മൃഗങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടാണ്, പക്ഷികളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടാണ്, ഈവൻ ഒരു കൊതുകിനെ പോലും സൃഷ്ടിച്ചിരിക്കുന്നുള്ളത് നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാവരും ബുദ്ധിമുട്ടായി പ്രയാസമായി കൊതുകിന്റെ കടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, കൊതുകിന്റെ കടിയിൽ നിന്ന് ബുദ്ധിമുട്ടി ആ കൊതുകിനെ കുറ്റം പറഞ്ഞു നാം ആ കൊതുകിനെ പോലും അത്രയും ചെറിയ, നമ്മളെ പ്രത്യക്ഷത്തിൽ കാണാൻ നമുക്ക് ഒരു ഉപകാരവും തരുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട്, കൊതുകടിച്ചാൽ അലർജിയാണ്, കൊതുകടിച്ചാൽ ചൊറിച്ചിലാണ് അല്ലെ, കൊതുകടിച്ചാൽ അത്രമാത്രം ബുദ്ധിമുട്ടാവുന്നു എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥയിൽ പോലും ആ കൊതുകിനെ പോലും റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നമ്മള് കൊതുകുകളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രയോഗങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട് അല്ലെ. ഓരോ പ്രയോഗങ്ങൾ നമ്മൾ നടത്തിയിട്ടും നമ്മൾ പറയുന്ന ഒരു വാക്കുകളാണ് എന്താണ്, കുറച്ച് കഴിഞ്ഞാൽ അതൊന്നും കൊതുകിനൊരു പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ. സത്യാണ്. ആ ഒരു കൊതുക്, നമ്മൾ എന്താണോ ആ കൊതുകിന് വേണ്ടിയിട്ട് പ്രതിരോധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു വസ്തു, ആ ഒരു വസ്തുവെ ശ്വസിച്ചുകൊണ്ടും ആ ഒരു വസ്തുവെ
ആ ഒരു വസ്തുവിനെ ശ്വസിച്ചുകൊണ്ട് വളരുന്ന ആ കൊതുകിൽ നിന്നുണ്ടാകുന്ന ന്യൂ ജനറേഷനായി വരുന്ന പുതിയ കൊതുക്, ആ പുതിയ കുഞ്ഞുങ്ങളായി വരുന്ന കൊതുകിന് ഏത് പ്രതിസന്ധിയിലാണോ ഈ കൊതുക് കടന്നുപോയിരിക്കുന്നത്, ആ പ്രതിസന്ധിയെ തരണം ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള ഒരു കപ്പാസിറ്റിയോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യണുള്ളത്, ആ കൊതുക് ജനിക്കുന്നുള്ളത്. അതുകൊണ്ടാണ് ചിലപ്പോഴെങ്കിലും നമ്മൾ കൊതുകിന് കുറെ നാൾ ഉപയോഗിച്ച് സെയിം സാധനം ഉപയോഗിക്കാതെ വീണ്ടും വീണ്ടും മാറി 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 ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നുള്ളത്. കാരണം ഏതവസ്ഥയിലാണോ ആ കൊതുക് ജനിച്ചത്, ആ ജനിക്കുന്ന സമയത്ത് ഏതാണോ ആ കൊതുകിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച വസ്തു, ആ വസ്തു വീണ്ടും അടുത്ത തലമുറ ജനിക്കുന്ന സമയത്ത് അതിനെ താങ്ങാനുള്ള ഒരു കപ്പാസിറ്റിയോട് കൂടിയിട്ടാണ് ആ കൊതുകിനെ റബ്ബ് സുബ്ഹാനഹു വ തആല ജന്മം നൽകുന്നത്. അപ്പൊ ഇങ്ങനെ ഇത്രയും കാൽക്കുലേറ്റ് ചെയ്ത് റബ്ബ് സുബ്ഹാനഹു വ തആല ആ കൊതുകിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു രഹസ്യം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയും, ഇങ്ങനെ ആ കൊതുകിനെ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ അത്രമാത്രം ആസൂത്രണം ചെയ്ത് നാം നമ്മുടെ ജീവിതത്തെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ നോക്കുന്ന സമയത്ത്, നമ്മൾ തുനിയുന്ന സമയത്ത് ആ കൊതുകിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല എടുക്കുന്ന ഓരോ ഘട്ടങ്ങളും, അപ്പൊ ഇത്രയും മൈന്യൂട്ടായ ആ ഒരു കൊതുകിനെ റബ്ബ് സുബ്ഹാനഹു വ തആല ഇത്രത്തോളം സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ റബ്ബ് സുബ്ഹാനഹു വ തആല ഏതൊക്കെ രീതിയിൽ സംരക്ഷിക്കുന്നുണ്ടാവും അല്ലെ? ഇനി ആ കൊതുകിനെ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ സംരക്ഷിക്കുന്നത്? അതും നമ്മളുടെ പ്രൊട്ടക്ഷൻക്ക് വേണ്ടി, നമ്മുടെ ആരോഗ്യത്തിൽ നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾക്കത് അനാരോഗ്യമാണ് എന്നുള്ളത്, എന്നാൽ നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. ഈ കൊതുക് ഭൂമി ലോകത്തിൽ ഇല്ല എങ്കിൽ മനുഷ്യ ജീവൻ തന്നെ ഉണ്ടാവില്ല എന്നുള്ളതാണ് പഠനം തെളിയിച്ചിരിക്കുന്നത്. അപ്പൊ അത്രത്തോളം ഈ ഒരു കുഞ്ഞു ജീവിക്ക് പോലും റബ്ബ് സുബ്ഹാനഹു വ തആല പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനൊക്കെയാണ് ശ്രദ്ധിക്കാതെ, വാല്യൂ കൽപ്പിക്കാതെ, നമ്മൾ ഒന്ന് അവോയ്ഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ തള്ളിക്കൊണ്ടിരിക്കുന്നുള്ളത്. ഈവൻ ഒരു വ്യക്തിയെ പോലും നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന, നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ടോക്ക് ചെയ്യുന്ന, നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചിലപ്പോൾ മാറ്റിവെക്കുന്ന ഒരവസ്ഥയിലേക്ക് കാണാറുണ്ട് അല്ലെ? അതല്ലെങ്കിൽ അവരോട് നമ്മൾ സംസാരിക്കില്ല, അതല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വരുന്ന സമയത്ത് അവരെ നമ്മൾ ക്ഷണിക്കൂല, അതല്ലെങ്കിൽ അവരുടെ കൂടെ നമ്മൾ യാത്ര ചെയ്യൂല. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന അവസ്ഥകൾ നമ്മൾ ഈവൻ നമ്മളുടെ ഒരു വ്യക്തി എന്ന രീതിയിൽ നമ്മുടെ ഒരു റിലേറ്റീവിലോ അതല്ലെങ്കിൽ നമ്മുടെ റിലേഷനിൽ ഏറ്റവും അടുത്തുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയോടോ നമ്മൾ അത് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ വേണ്ടി പറ്റും ഇവിടെ എത്ര അത്രം ഒരു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു കുഞ്ഞു കൊതുകിന് കൊടുക്കുന്ന ആ ഒരു പ്രൊട്ടക്ഷനോ ഒരു സ്നേഹമോ ഒരു കരുതലോ പോലും നാം നമ്മുടെ കൂടെ ജീവിക്കുന്ന സഹജീവികൾക്കോ സഹയാത്രികൾക്കോ നമ്മൾ നൽകുന്നില്ല എന്നുള്ളത്. അവിടെയാണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിക്കാൻ വേണ്ടി കൽപ്പിച്ചിരിക്കുന്നതിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതും. നമ്മളെ വേദനിപ്പിച്ചവരാണെങ്കിലും നമ്മളെ സങ്കടപ്പെടുത്തവരാണെങ്കിലും ഏത് വ്യക്തികളാണെങ്കിൽ പോലും അവരെ നമ്മൾ മാറ്റി നിർത്തുന്നതിലപ്പുറത്തേക്ക് ആ വ്യക്തിയെയും ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആല തന്നെയാണ്. അള്ളാഹുവിന്റെ ഒരു അടിമയാണ്, എന്നെ പോലെ തന്നെയുള്ള ഒരടിമയാണ് അതും എന്നുള്ള ഒരു ചിന്താഗതിയോട് കൂടിയിട്ട് നമുക്ക് ഇന്ന് മൂവ് ചെയ്യാനും പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ഒന്നും നമുക്ക് ഒന്നും അല്ലാതായി മാറും. ആ ഒരു പ്രതിസന്ധിയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡിലേക്കായിരിക്കും. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഗ്രാറ്റിറ്റ്യൂഡിന്റെ തോത് വർദ്ധിപ്പിച്ചുകൊണ്ടും ഇപ്പോൾ നമ്മൾ തുടങ്ങിയിരിക്കുന്ന ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി, ഈ ഒരു തെറാപ്പി നമ്മുടെ ജീവിതത്തിന്റെ നമ്മുടെ ലൈഫിന്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യുന്ന സമയത്ത്, തെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം അല്ലെ, ഒരുപാട് തെറാപ്പികൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന വേദനകളെയും ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയോ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രയോ തെറാപ്പികൾ നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ. ഇങ്ങനെ ശരീരത്തിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് തെറാപ്പികൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് അറിയാൻ വേണ്ടി പറ്റും അത് ആ തെറാപ്പി കുറച്ച് ദിവസം കണ്ടിന്യൂ ആയിട്ട് ചെയ്യണം എന്നുള്ളത്. എന്നാലോ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ആ ഒരു തെറാപ്പി ചെയ്ത് നമ്മൾ സുഖം പ്രാപിച്ച് നമ്മൾ തിരിച്ചു പോവുകയാണെങ്കിൽ, നമ്മൾ ആ ഒരു മെഡിസിനിൽ നിന്ന് ആ തെറാപ്പിയിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വരികയാണെങ്കിലോ വീണ്ടും കുറച്ച് ദിവസം കഴിയുന്ന സമയത്ത് ആ ഒരു പ്രയാസം വരുമ്പോൾ, ആ ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? അന്ന് ഈ ഒരു പ്രയാസം ഉണ്ടായിരുന്നു, അന്ന് ഈ ഒരു പ്രയാസം ഉണ്ടായപ്പോൾ പല മെഡിസിൻസും ഞാൻ ഉപയോഗിച്ചു, ഒരു മെഡിസിൻസിനും എനിക്ക്
നമുക്ക് ബെനിഫിറ്റ് കിട്ടിയില്ല. അവസാനം ഇന്ന് തെറാപ്പി ചെയ്തപ്പോൾ ഒരു ഫിസിയോതെറാപ്പിയോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തെറാപ്പിയോ ചെയ്തപ്പോഴാണ് എനിക്ക് ഇതിൽ നിന്ന് ബെനിഫിറ്റ് ലഭിച്ചത്. ഇതിൽ നിന്ന് തന്നെ എനിക്ക് ആരോഗ്യാവസ്ഥയിലേക്ക് വീണ്ടെടുക്കാൻ വേണ്ടി പറ്റിയതും എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യം തന്നെ സെക്കൻഡ് വൺ ആ രോഗം വരുന്ന സമയത്ത്, ആ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ സ്വീകരിക്കുക അന്ന് ഏത് തെറാപ്പി ചെയ്തപ്പോഴാണോ നമുക്ക് ഈ ശാരീരികമായ ഈ ഒരു ബുദ്ധിമുട്ട് മാറിയത് ആ ഒരു തെറാപ്പിയിലായിരിക്കും. അല്ലാതെ നേരത്തെ പരീക്ഷിച്ചതുപോലെ തന്നെ എല്ലാ മെഡിസിൻസുകളും പരീക്ഷിച്ചുകൊണ്ട് അവസാനം ആയിരിക്കില്ല നമ്മൾ ആ ഒരു തെറാപ്പിയിലേക്ക് പോകുന്നുള്ളത് അല്ലെ. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ നമ്മുടെ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ തെറാപ്പി എന്ന് പറയുന്നത് 21 ഡേയ്സ് നിങ്ങളോട് ഇതിനെ ഞാൻ ഫോളോ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നുണ്ട്. ഈ 21 ഡേയ്സ് നിങ്ങൾ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി ഫോളോ ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് നിങ്ങളോട് മാത്രമല്ല കേട്ടോ, എന്നോടും കൂടിയാണ്. ഈ 21 ഡേയ്സ് നമ്മൾ ഇത് ഫോളോ ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ, നമ്മുടെ ആന്തരിക ലോകത്ത് നമ്മൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു അത് നമ്മൾ ശരിക്കും അങ്ങോട്ട് ഫീൽ ചെയ്യാനും മനസ്സിലാക്കാനും ആസ്വദിക്കാനും അനുഭവിക്കാനും പറ്റുമ്പോൾ അത് നമ്മൾ പഠിക്കുന്ന സമയത്ത് 21 ഡേയ്സ് കഴിഞ്ഞു ചിലപ്പോൾ ഈ ഒരു ഫോളോ അപ്പ് ഒക്കെ നിന്നാൽ നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് സ്റ്റെക്നെസ് വന്നേക്കാം. ഈ സ്റ്റെക്നെസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യം കുറച്ച് ദിവസത്തേക്കും ഒരു സ്റ്റെക്നെസ് വന്നാൽ പിന്നീട് ആദ്യം എന്തായിരിക്കണം, ഇതായിരിക്കണം. ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ ജേണിയിലൂടെ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ തെറാപ്പിയിലൂടെ പോകുന്ന സമയത്ത് എനിക്ക് ഒരു പ്രയാസം ഉണ്ടായിട്ടില്ലല്ലോ, അതല്ലെങ്കിൽ ആ പ്രയാസം ഉണ്ടായിട്ടും ആ പ്രയാസം എനിക്കൊരു പ്രയാസമായി ഫീൽ ചെയ്തിട്ടില്ലല്ലോ. കാരണം പ്രയാസങ്ങൾ എപ്പോഴും ഉണ്ടാവട്ടെ, പ്രയാസങ്ങൾ നമ്മളിൽ നിന്ന് മറികടക്കുക എന്നുള്ളതല്ല, പ്രയാസങ്ങൾ പ്രയാസമായി അവിടെ ഉണ്ടായിരിക്കെ തന്നെ ആ പ്രയാസങ്ങളെ നമുക്ക് മറികടക്കാൻ പറ്റുക എന്നുള്ളിടത്താണ് നമ്മുടെ സ്കില്ല് വർദ്ധിപ്പിക്കാനുള്ളത്. അല്ലാതെ ഒരിക്കലും പ്രയാസങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റില്ല, കാലാവസ്ഥകളെ നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റില്ല അല്ലെ. മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ മുറ്റത്ത് തുണി ഉണങ്ങാൻ വിരിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ആ മഴയല്ല അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുള്ളത് ആണോ? അല്ല. പകരം നമ്മൾ പോയി ആ തുണി എടുത്തു കൊണ്ടുവന്ന് വീണ്ടും മഴ ഇല്ലാത്ത സ്ഥലത്ത് ഉണങ്ങാൻ കൊണ്ടുവയ്ക്കുകയാണ് ചെയ്യണത് അല്ലെ. അതേപോലെ തന്നെ നമ്മൾ എവിടെ നിന്നാണോ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് പ്രതിസന്ധികളല്ല നമ്മൾക്ക് മാറുന്നത്, പകരം നമ്മളാണ് മാറുന്നത്. അപ്പൊ പ്രതിസന്ധികളെ മാറണം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്നതിനപ്പുറത്തേക്ക് ആ പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യണം, ആ പ്രതിസന്ധികളിൽ നിന്ന് എങ്ങനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യണം, ആ പ്രതിസന്ധികളിൽ നിന്ന് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതു മാർഗമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളൊരു തിരിച്ചറിവ്, എന്നുള്ളൊരു അവയർനെസ് ആണ് നമുക്ക് വേണ്ടത്. ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രതിസന്ധികളെ ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതല്ലാതെ നമ്മുടെ ചുറ്റുപാടുകളെ എല്ലാം നേരെയാക്കിക്കൊണ്ട്, നമ്മുടെ ചുറ്റുപാടുകളിലെ എല്ലാ വ്യക്തികളെയും മാറ്റിക്കൊണ്ട്, നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നുള്ള ഓരോ അവസ്ഥകളെയും മാറ്റിക്കൊണ്ട് നമുക്ക് ആ ചുറ്റുപാടുകളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് നമ്മൾ മാറുക എന്നുള്ള ഒരവസ്ഥയിലേക്ക് നാം മാറിക്കൊണ്ട് നമ്മുടെ ചുറ്റുപാടുകളിലെ ഓരോ അവസ്ഥകളെയും ഓവർകം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമ്മളിൽ ഉണ്ടാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് മുമ്പിലോട്ടേക്ക് പോവേണ്ടത്. അത് നമ്മൾക്ക് ഇൻഷാ അല്ലാഹ് ഈ ഒരു ജേണിയിലൂടെ പോകുന്ന സമയത്ത്, ഈ ഒരു തെറാപ്പിയിലൂടെ പോകുന്ന സമയത്ത് നമ്മുടെ ആന്തരിക ലോകത്ത് അതിനുള്ള കപ്പാസിറ്റി നമുക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി പറ്റും ഇൻഷാ അല്ലാഹ്. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് സംശയങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഗ്രൂപ്പില് നിർബന്ധമായും ഫീഡ്ബാക്ക് അറിയിക്കണം എന്നുള്ള മാഷാ അല്ലാഹ് കുറച്ച് പേരൊക്കെ ഫീഡ്ബാക്ക് അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നിങ്ങൾ എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം എന്ന് വീണ്ടും ഓർപ്പിക്കുകയാണ്. അതേപോലെ ഇന്നിപ്പോ ക്ലാസ് കഴിഞ്ഞ ഉടനെയോ നിങ്ങൾക്ക് ഏത് സമയത്താണോ കിട്ടുന്ന ഒരു സമയം, രാത്രി ഉറങ്ങുന്നതിനേക്കാളും മുമ്പ് 33 പോയിന്റുകൾ എഴുതി വെക്കുക ഇൻഷാ അല്ലാഹ്. ആ എഴുതിയ പോയിന്റുമായിട്ടായിരിക്കണം നാളത്തെ നമ്മുടെ സെഷനിലേക്ക് വരേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.